ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ചെറുപയർ ഞാൻ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാമേ. ഈ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പയർ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇതിൽ ഞാൻ ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം വെളുത്തുള്ളി പയർ വേവിക്കാൻ വെച്ചതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാമേ. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പയറെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവാൻ വേണ്ടി 4 വിസിലെടുത്ത്. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കാമേ. ഇതുകൊണ്ട് ഒന്ന് ഉടച്ചെടുക്കാമേ. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം, ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ മാറാൻ വേണ്ടി. ഇതിൽ ഉപ്പ് കുറവാണ് കേട്ടോ, കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് തിളപ്പിക്കരുത്, ചൂടാക്കി എടുക്കുകയാകാവൂ. നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടി ചേർക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് മാറ്റാവേ. അപ്പോൾ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.